ഇന്നൊരു പച്ചമാങ്ങയും പച്ചമുളകും ഉണക്കമാന്തളും വെച്ച് തേങ്ങയും അരച്ചങ്ങാണ്ടുള്ളൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് ഞാനൊരു 4 കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ തേങ്ങ, വലിയ ജീരകം, ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊരു ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ചട്ടി എടുത്ത് വയ്ക്ക് ഞാൻ അര മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട്. അപ്പോൾ പച്ചമുളക് ഉള്ളത് കീറിയിട്ട് കൊടുക്കും, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം പറന്നിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ച് വന്നപ്പോഴത്തേന് മാങ്ങ ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്നിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ മുളകും പൊടി ഒന്നും ചേർക്കണില്ല. പിന്നെ ലേശം വെള്ളം കൂടിയും പറഞ്ഞ് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉണക്കമാന്തളാട്ടോ, അത് ഉണങ്ങി ചുക്ക് കഴിക്കണം, എന്നാലും ഇടയിൽ കിടന്നാൽ ഒന്നിന് വെന്തോളും. അപ്പോൾ അത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമാന്തളും പച്ചമുളകും മാങ്ങയൊക്കെ വെന്ത് വന്നപ്പോൾ നല്ലൊരു സ്മെല്ലും കേട്ടോ. അത് കഴിഞ്ഞ് അരച്ച് വെച്ച തേങ്ങയും പറഞ്ഞ് കറി റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ കറി വെന്ത് വന്ന് ഞാനൊരു 4 വേപ്പിൻ്റെ ഇലയും ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് മാങ്ങ വെക്കാൻ കേട്ടോ. അത് അത്രയുള്ളൂ നമ്മുടെ പുളിങ്കറി.